കോൺഗ്രസിൻ്റെ തന്നെയല്ല മറ്റ് കക്ഷികളുടെ പോലും സ്ഥാനാർത്ഥിമാർ ഈ പള്ളിയിലെത്തി അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എത്തി അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇല്ലാത്ത ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം മാറിയിട്ട് നമ്മുടെ ചാണ്ടിയമ്മനെ നമ്മൾ വിജയിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനങ്ങൾ. പുതുപ്പള്ളിക്കാർ ഇടപെടുന്ന കാര്യത്തിന് സാറ് വന്നേ മതിയാവൂ, വരും, ഏത് രാത്രിയായാലും. അന്നത്തെ കാലത്ത് സാറുണ്ടെങ്കിൽ സാറ് പറയുന്നതിന് അങ്ങാപ്പുറം ഒന്നും ഇല്ല, ആരും ഇങ്ങോട്ട് കയറിയൊന്നും പറയത്തില്ല. സാർ ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് അല്ല അംഗീകരിക്കുകയുള്ളൂ. ഇപ്പോഴാണ് ഒരു ചെറിയ വിഷയങ്ങളൊക്കെ അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. നമസ്കാരം. പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞ്, അവരുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ സാന്നിധ്യമില്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തിൻ്റെ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് പ്രചരണം പോലും ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം മകനായ ചാണ്ടിയുമ്മനാണ് പുതുപ്പള്ളിയിലെ MLA. ഇത്തവണയും UDF വേണ്ടി ജനവിധി തേടുന്നത് ചാണ്ടിയുമ്മൻ തന്നെയാണ്. അദ്ദേഹവും ഇവിടെ എത്തി പ്രാർത്ഥിച്ച് പിതാവിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത പുതുപ്പള്ളി നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇവിടുത്തെ ജനത അതെങ്ങനെയാണ് കാണുന്നത്, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാറില്ലാത്ത ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവർക്കും അറിയാവുന്ന പോലെ തന്നെ ഉമ്മൻചാണ്ടി സാറ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ തന്നെയല്ല മറ്റ് കക്ഷികളുടെ പോലും സ്ഥാനാർത്ഥിമാർ ഈ പള്ളിയിലെത്തി അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എത്തി അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ വീണ്ടും നമ്മുടെ സാധാരണ പ്രവർത്തകർ അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പാർട്ടിയിലുണ്ടാകുന്ന തർക്കങ്ങൾക്കുണ്ടാക്കുന്ന പരിഹാരങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുവാൻ നയപരമായ രീതിയിൽ തന്നെ ആർക്കും ഒരു പിണക്കമില്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു പരിധി വരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ ഓർക്കുന്നു. അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പുതുപ്പള്ളിയിൽ അധികം സമയം സ്പെൻഡ് ചെയ്തില്ലേ പോലും പുതുപ്പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിൽ അദ്ദേഹം മത്സരിക്കുന്നത് പോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥിമാരെ കരുതുകയും അവർക്ക് വേണ്ടിയ സഹായങ്ങൾ ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ പ്രചരണങ്ങളുടെ തെറ്റുകളോ കുഴപ്പങ്ങളോ ഒക്കെ ചെറിയ കാര്യങ്ങൾ പോലും മറ്റ് മണ്ഡലത്തിലെ ശ്രദ്ധിക്കുകയും അവിടെ ഓടിയെത്തുകയും ചെയ്യുന്ന ഒരു ഉമ്മൻചാണ്ടിയാണ് ഞങ്ങൾ ഓർക്കുന്നത്. അക്കാലത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന, അക്കാലത്തെ ബൂത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഉമ്മൻചാണ്ടി സാറുമായി സൗഹൃദമുണ്ടായിരുന്ന പുതുപ്പള്ളിക്കാരൻ തങ്കപ്പൻ അച്ചായൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെ ഓർക്കുന്നുണ്ടോ? അല്ലേ? ഓർക്കുന്നുണ്ട്, സാറിനെ ഓർക്കുന്നുണ്ട്. സാറിൻ്റെ ആ കാലത്ത് സാറുമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി പ്രവർത്തനത്തിനൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുള്ള. അദ്ദേഹം ഇല്ലാത്ത ഒരു ദുഃഖമുണ്ട്, വളരെ ദുഃഖമുണ്ട്. ആ ദുഃഖം മാറിയിട്ട് നമ്മുടെ ചാണ്ടിയമ്മനെ നമ്മൾ വിജയിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ. അത് കഴിവത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ഈ പ്രവർത്തനങ്ങളും? അന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അക്കാലത്ത് പോസ്റ്റർ മാത്രമുള്ള പ്രചരണം അത്രേ ഉള്ളൂ. അന്നിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഏറിയായിട്ട് ഞങ്ങൾ ഈ സെമിനാർ നടത്തിയിട്ട് ആ സംഗമം ഇങ്ങനെ നടത്തുന്ന യോഗങ്ങളായിരുന്നു. പിന്നെ ഓരോ ഏരിയ തിരിച്ച് കവലകളിൽ മീറ്റിംഗ് നടക്കുക, ഇങ്ങനെയുള്ള ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവസാനം ഒരു കലാശക്കൊട്ട പോലെ എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ മീറ്റിംഗ് വയ്ക്കും. അന്ന് നേതാക്കന്മാരെല്ലാം അവിടെ കൂടിയിട്ട് ഭയങ്കര ഒരു പ്രസംഗവും കാര്യങ്ങളും ഒക്കെ നടത്തും. അദ്ദേഹത്തിന് എല്ലായിടത്തും വരാനുള്ള സമയം കിട്ടുമായിരുന്നോ? ഓടി വരും. എവിടെയാണെന്ന് പറഞ്ഞാലും പുതുപ്പള്ളിക്കാർ ഇടപെടുന്ന കാര്യത്തിന് സാറ് വന്നേ മതിയാവൂ, വരും, ഏത് രാത്രിയായാലും. ഞങ്ങൾ രാത്രിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കടക്കാൻ മേലാതെ വന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ എടുത്ത് അക്കരെ കടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട്.
അവിടെ അത് കഴിഞ്ഞിട്ട് സാർ ഇങ്ങോട്ട് പോരും. അങ്ങനെ ഒരു കടപ്പാട് അച്ഛനുമായിട്ട് സകല ബന്ധമുണ്ട്. അച്ഛൻ ഇവിടുത്തെ സമരസേനാനിയായിരുന്നു. അപ്പം സാർ എന്നും ഞങ്ങളുടെ അടുത്ത് വരുമായിരുന്നു. അങ്ങനെ സാറ് ഞങ്ങളുടെ അത്താണിയായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ നമുക്ക് വലിയ സങ്കടമാണ്. നമുക്ക് അങ്ങനൊരു ആ ഒരു സമീപനം ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആള് ഇടപെടണം. ഇടപെട്ടാൽ നിലവില്ല ആയാലേ നമുക്കിവിടെ വിജയിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസിലൊക്കെ വലിയ സമയം നീണ്ടുപോവുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സാറുണ്ടെങ്കിൽ സാറ് പറയുന്നതിന് അങ്ങാപ്പുറം ഒന്നുമില്ല. ആരും ഇങ്ങോട്ട് കയറിയൊന്നും പറയത്തില്ല. സാർ ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് അല്ല അംഗീകരിക്കുകയുള്ളൂ. ഇപ്പോഴാണ് ഒരു ചെറിയ വിഷയങ്ങളൊക്കെ അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അതൊക്കെ ഒതുങ്ങി തീരാനുള്ളതുള്ളൂ. ചാണ്ടി ഉമ്മൻ പറഞ്ഞാൽ മാറാനുള്ള കാര്യങ്ങളോ അല്ലെ പാർട്ടിക്കാർ പറഞ്ഞാൽ മാറാനുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു വിള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുവാൻ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അതിപ്പം നിലനിർത്താനായിട്ട് ചാണ്ടി ഉമ്മനെയാണ് നിലനിർത്തുന്നത്. പിന്നെ പുള്ളിയെ ഓർക്കും ഞങ്ങൾ. പുള്ളിയെ നമ്മുടെ നെഞ്ചിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ചാണ്ടി ഉമ്മനെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ പുതുപ്പള്ളിക്കാരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുഞ്ഞു ഇപ്പോഴും ഓർമ്മയായി നിലനിൽക്കുന്നുണ്ട്. പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ശക്തി നൽകുന്നു എന്നാണ് പ്രവർത്തകർ ഓരോരുത്തരും പറയുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഭരിച്ച ഒരു നല്ല കാലം തിരിച്ചു വരണമെന്നൊരു ആഗ്രഹമാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.